നമസ്തേ. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം. ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാലം നമ്മൾ പഠിപ്പിച്ച പാഠപുസ്തകം കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും അതിൻ്റെ മാതൃകാ ചോദ്യങ്ങൾ. ഇന്ന് വിശദീകരിക്കുന്നത് കേരള പാഠാവലിയിലെ അല്ലെങ്കിൽ പേപ്പർ ഫസ്റ്റ് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാതൃകാ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷാ സമയം 1.5 മണിക്കൂറാണ്. സ്കോറ് 40 ആണ്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞ് എടുത്ത് എഴുതുക. അതിന് 1 സ്കോറാണ് കൊടുത്തിട്ടുള്ളത്. സ്കോർ അനുസരിച്ചാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം: ഏറെ ജനത്തെ വിഴുങ്ങിയിട്ടും വിശപ്പാറാത്ത കാലമാം നീരാളി. ഈ കാവ്യഭാഗത്തിലെ ആശയത്തോട് സമാനമായ വരി എടുത്ത് എഴുതുക. ഇവിടെ 4 വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. അടുത്തത്, കാലാഹിന പരിഗ്രസ്തമാം ലോകം. അടുത്തത്, സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. അടുത്തത്, ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് പോകിലാം. ഇവിടെ ഏറെ ജനത്തെ വിഴുങ്ങിയിട്ടും വിശപ്പാറാത്ത കാലമാം നീരാളി എന്ന കാവ്യഭാഗത്തോട് അതിൻ്റെ ആശയത്തോട് സമാനമായി നിൽക്കുന്ന ഭാഗമെന്ന് പറയുന്നത് കാലാഹിന പരിഗ്രസ്തമാം ലോകവും എന്നതാണ്. അപ്പോൾ ഉത്തരം എന്താണ്? കാലാഹിന പരിഗ്രസ്തമാം ലോകം. കാലാഹിന പരിഗ്രസ്തമാം ലോകം. രണ്ടാമത്തെ ചോദ്യം: ഇന്നലെ വെറും ജഡശിലയായിരുന്നതിൽ നിന്നു നീ കരുണതൻ ഭാവഗാനത്തെ തൊട്ടു. മൈക്കലാഞ്ചലോ മാപ്പോ എന്ന പാഠഭാഗത്തിലാണ്. ഇവിടെ കരുണതൻ ഭാവഗാനത്തെ ആ പദങ്ങളുടെ അടിയിൽ വരച്ചിട്ടുണ്ട്. അടിവരയിട്ട പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത് കവിതയെ, പിയത്തെ, മറിയത്തെ, യേശുവിനെ. ഇവിടെ ഉത്തരമെന്ന് പറയുന്നത്, ഇവിടെ കരുണതൻ ഭാവഗാനത്തെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പിയത്തയാണ്. പിയത്ത എന്ന ആ ശില്പത്തെയാണ്. അടുത്ത ചോദ്യം: കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ. ഇലകൾക്കും തത്തകൾക്കും ഗവിളികൾക്കും എന്ന പോലെ. ഈ വരികളുടെ പൊരുള് എന്താണ് അല്ലെങ്കിൽ ആശയം എന്താണ്? ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്: ഒന്ന്, വികാരപ്രകടനങ്ങൾ ഭാഷയ്ക്ക് അതീതമാണ്. അടുത്തത്, കവികൾ ജീവികളുടെ ഭാഷയിൽ സംസാരിക്കുന്നു. ഇലകൾക്കും തത്തകൾക്കും കാവ്യഭാഷ അറിയാം. ഗൗളികളുടെ ഭാഷയിൽ കവിത ഉണ്ട്. ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത് വികാരപ്രകടനങ്ങൾ ഭാഷയ്ക്ക് അതീതമാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, നാലാമത്തെ ചോദ്യം: ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. പ്രിയദർശനം എന്ന പാഠഭാഗമാണ്. അവിടെ ഭാവശാലികൾ എന്ന പദത്തിൻ്റെ അടിയിൽ വരച്ചിരിക്കുന്നു. ആ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് കണ്ടെത്തി എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ: ഭാവശാലികൾ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ശാലീനതയുള്ളവർ, സ്നേഹമുള്ളവർ, വികാരത്തിന് അടിപ്പെട്ടവർ, നിരാശ ഉള്ളവർ. ഈ ഭാവശാലികൾ എന്ന ആ അടിവരയിട്ട പദത്തിന്
അനുയോജ്യമായ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹമുള്ളവർ എന്നതാണ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. എൻ്റെ ആശയ്ക്ക് ഒരു താങ്ങലും കൂടിയായി. രാജാവിൻ്റെ ആശയ്ക്ക് താങ്ങലായത് എന്താണ്? ഏത് പാഠഭാഗമാണ്? ഋതുയോഗം. ഉത്തരം എന്താണ്? പൂരുവംശത്തിലാണ് കുട്ടി ജനിച്ചത് എന്ന അറിവ്, കുട്ടിക്ക് രക്ഷയുണ്ടെന്ന അറിവ്, കുട്ടിയുടെ അവിനയം, കുട്ടി വികൃതിയാണെന്ന തോന്നൽ. ഏതാണ് ഉത്തരം? പൂരുവംശത്തിലാണ് കുട്ടി ജനിച്ചത് എന്ന അറിവ് രാജാവിൻ്റെ ആശയ്ക്ക് താങ്ങൽ ആകുന്നു. അപ്പോൾ ഉത്തരം എന്താണ്? പൂരുവംശത്തിലാണ് കുട്ടി ജനിച്ചത് എന്ന അറിവ്. അടുത്ത ആറാമത്തെ ചോദ്യം. ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു. മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു. റാങ്ക് ബാൻ റാങ്കിന്റെ പരിഭ്രമത്തിന് കാരണമായ എന്ത് ആയിരുന്നു? ഏത് പാഠഭാഗമാണ്? പാവങ്ങൾ. ഉത്തരം കൊടുത്തിരിക്കുന്നത് മോഷണക്കുറ്റമാണെന്ന തോന്നൽ, തിരുക്കുറ്റിയുടെ ഒച്ച കേട്ട് മനുഷ്യൻ ഉണരുമെന്ന പേടി, തനിക്ക് എവിടെയും അഭയം ലഭിക്കില്ല എന്ന തോന്നൽ, താൻ ചെയ്തത് നന്ദികേട് ആണ് എന്ന തോന്നൽ. അപ്പൊ ഉത്തരം എന്താണ്? തിരുക്കുറ്റിയുടെ ഒച്ച കേട്ട് മനുഷ്യൻ ഉണരുമെന്ന ആ പേടി. അടുത്ത ചോദ്യം. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് 7 മുതൽ 10 വരെയാണ്. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. അതിന് 2 സ്കോറാണ്. അപ്പോൾ 1 മുതൽ 6 വരെ 1 സ്കോറായിരുന്നു, 7 മുതൽ 10 വരെ 2 സ്കോറാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. 7ാമത്തെ ചോദ്യം. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം കുറിക്കുക. നാളെ യാത്ര തിരിക്കണം. യാത്ര തിരിക്കണം എന്ന പദത്തിന്റെ ആ പദങ്ങളുടെ അടിയിൽ വരച്ചിട്ടുണ്ട്. അടുത്തത് നാളെ ചക്രം തിരിക്കണം. ഇതിൻ്റെ അർത്ഥവ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യാത്ര തിരിക്കണം എന്നതിൻ്റെ അർത്ഥം എന്താണ്? നാളെ യാത്ര പോകണം എന്നാണ്. അടുത്തതോ ചക്രം തിരിക്കണം എന്ന പദത്തിൻ്റെ അർത്ഥം ചക്രം കറക്കണം എന്നാണ്. യാത്ര പോകണം, ചക്രം കറക്കണം എന്നാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത് 8ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. അതെല്ലാം എരിവും പുളിയും ചേർത്ത് പകർത്തി അയച്ച ആ സ്കോൾക്കുട്ടിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ മാന്യൻ അറിയുന്നില്ല. എരിവും പുളിയും എന്ന ആ പദങ്ങളുടെ അടിയിൽ വരച്ചിട്ടുണ്ട്. ആ അടിവരയിട്ട ശൈലി പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എരിവും പുളിയും എന്ന ആ ശൈലി പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം എന്താണ്? സ്വന്തം ഭാവന ചേർത്ത് അതിതീവ്രതയോടെ അവതരിപ്പിക്കുക. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം. വിഗ്രഹപദങ്ങൾ എഴുതുക. 1 നഗരചത്വരം, അടുത്തത് ജീവജലം. നഗരചത്വരം എങ്ങനെയാണ് വിഗ്രഹിക്കുന്ന വിഗ്രഹപദങ്ങൾ ഏതൊക്കെയാണോ? നഗരത്തിലെ ചത്വരം. അടുത്തത് ജീവജാലം. ഉത്തരം എങ്ങനെയാണ്? ജീവികളുടെ ജാലം. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ഏത് പാഠഭാഗമാണ്? ലക്ഷ്മണ സാന്ത്വനം. ശ്രീരാമന് ലക്ഷ്മണനുള്ള വിശ്വാസം
ഈ വരികളിൽ എപ്രകാരം പ്രകടം ആകുന്നു? എന്തൊക്കെയാണ്? ലക്ഷ്മണന്റെ കഴിവിലും സത്യസന്ധതയിലുമുള്ള മതിപ്പ്, ലക്ഷ്മണന്റെ ജ്യേഷ്ഠ വാത്സല്യം, ലക്ഷ്മണന്റെ വ്യക്തി മഹത്വത്തിലുള്ള അതിയായ വിശ്വാസം. അടുത്ത ചോദ്യം 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. 4 സ്കോർ വീതമാണ് 11 മുതൽ 17 വരെ. ഉപ്പുകൊണ്ടുള്ള പ്രതിമ പോലെ അയാൾ മിഴിച്ച് നിന്നു. അയാൾ ആര്? മിഴിച്ചു നിൽക്കാൻ കാരണം എന്ത്? അയാൾ ആരാണ്? അയാൾ ആരാണ്? ഏത് പാഠമാണ്? പാവങ്ങൾ. അയാൾ ആരാണ്? രാങ് ബാഴ്യാങ്. അയാൾ മിഴിച്ചു നിൽക്കാൻ കാരണം എന്താണ്? ബിഷപ്പ് മെത്രാൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ വാതിക്കൽ രാങ് ബാഴ്യാങ് എത്തി. പതുക്കെ കതക് ഉന്തി. അല്പം തുറന്നെങ്കിലും രാങ്ങിന് കടന്നു പോകാനായില്ല. അടുത്ത പ്രാവശ്യം അയാൾ ശക്തമായി ഉന്തി. വാതിലിന് അപ്പുറത്ത് ഇരുന്ന മേശ തെന്നി മാറി. തിരുക്കുറ്റിയിൽ ഒരു നിലവിളി ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വാതിൽ അകത്തേക്ക് തുറന്നു. ശബ്ദം കേട്ട് പരിഭ്രമിച്ച് രാങ് ചുറ്റും നോക്കി. ഉപ്പു പ്രതിമ പോലെ അനങ്ങാതെ നിന്നു. അടുത്ത ചോദ്യം 12. 12ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. താപസി, സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. താപസി, ഭദ്ര, ഇവൻ മഹർഷി ബാലനല്ല, രാജാവ്. അതിവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. ബാലന്റെ പ്രകൃതിയെക്കുറിച്ചുള്ള സൂചനകൾ ഈ നാടഭാഗത്ത് നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ശ്രദ്ധിക്കാം. ദേവരാജാവിനോടൊപ്പം യുദ്ധം ചെയ്ത് വിജയിച്ച ശേഷം ദേവരഥത്തില് ദുഷ്യന്ത മഹാരാജാവ് നാട്ടിലേക്ക് മടങ്ങുന്നു. യാത്രാമധ്യേ കശ്യപ മഹർഷിയെ കണ്ട് വന്ദിക്കുവാൻ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. ആശ്രമ മുറ്റത്ത് എത്തിയപ്പോൾ രാജാവ് വിചിത്രമായൊരു കാഴ്ച കാണുന്നു. ചക്രവർത്തി ലക്ഷണമുള്ളൊരു കുട്ടി ഒരു സിംഹക്കുട്ടിയുടെ ഗളരോമങ്ങൾ പിടിച്ചു വലിക്കുകയും അതിൻ്റെ വായ് പിളർത്തി പല്ലുകൾ എണ്ണുകയും ചെയ്യുന്നു. താപസിമാർ തടഞ്ഞിട്ടും അവൻ കൂട്ടാക്കുന്നില്ല. മഹർഷി ബാലനാണെങ്കിൽ ഇത്രയും ധൈര്യം വരില്ല. അവൻ്റെ വിരൽ നിര ഞെരുങ്ങിയും ഉള്ളംകൈ വിടരാത്ത താമരമൊട്ടുപോലെ ചുമന്നുമിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് ഒരു കാര്യം ബോധ്യമായി. ഈ കുട്ടി ചക്രവർത്തി ലക്ഷണമുള്ളവൻ തന്നെ. സിംഹക്കുട്ടിയോട് കാണിക്കുന്ന അതിസാമർഥ്യവും വിരൽ നിരയുടെ പ്രകൃതവും എല്ലാം ആ കുട്ടി മഹർഷി ബാലനല്ല എന്ന ഉറപ്പിൽ എത്തിച്ചേരാൻ ആരെ സഹായിച്ചു? രാജാവിനെ സഹായിച്ചു. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ദുരവസ്ഥ എന്ന പാഠഭാഗത്തില് കുമാരനാശാന്റെ വരികള് ശരൺകുമാർ ലിംബാളയുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക എന്നതാണ് ചോദ്യം.
ശരൺകുമാർ ലിംബാളയുടെ അക്കർമാശി എന്ന പാഠഭാഗവും കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന ആ കൃതിയിലെ വരികളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ശ്രദ്ധിക്കാം. ജാതിയിൽ ഏറ്റവും താണ വർഗമായിരുന്നു ശരൺകുമാർ ലിംബാളയുടേത്. ലിംബാളയുടെ അക്കർമാശി വായിക്കുമ്പോൾ ജാതി പിശാച് കേരളത്തിൽ മാത്രമല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. വിശപ്പ് മാറ്റാൻ, ചവർ പെറുക്കാൻ ശാന്ത ആത്തയുടെ കൂടെ ലിംബാളെ പോകുമായിരുന്നു. മൃഗങ്ങളുടെ ലാടം തറയ്ക്കാൻ തയ്യാറാകുന്ന ചെരുപ്പുകുത്തികൾ തങ്ങളുടെ ചെരുപ്പുകൾ തുന്നിത്തരില്ലായിരുന്നുവെന്ന് ലിംബാള ഓർക്കുന്നുണ്ട്. കുമാരനാശാന്റെ മേലുദ്ധരിച്ച വരികളിലും ജാതി പിശാചിന്റെ കടന്നാക്രമണമാണ് കാണാൻ കഴിയുന്നത്. പരസ്പരം തൊട്ടുകൂട്ടാത്തവർ, സ്പർശിക്കാത്തവര്, കണ്ടാൽ പോലും ദോഷമെന്ന് കരുതുന്നവര്, ഇങ്ങനെ ജാതിയുടെ നാനാമുഖങ്ങൾ സാധാരണക്കാരെ നോവിച്ചുകൊണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്നു. ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ എവിടെയും ഒരുപോലെയാണെന്ന് ഈ രചനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം. അക്കിത്തത്തിന്റെ കവിതാശകലമാണ്. ഈ കവിതാഭാഗത്തിന്റെ ആശയം ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തിന്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ശ്രദ്ധിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുന്നത്. അന്യരുടെ ദുഃഖങ്ങൾ നമ്മുടെയും ദുഃഖങ്ങളും വേദനകളുമാകുമ്പോൾ ജീവിതം അർത്ഥവത്താകുന്നു. ഇതാണ് അക്കിത്തം തൻ്റെ കവിതാഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത ഖണ്ഡിക പോലെ നമുക്ക് എഴുതാം. എസ്.കെ. പൊറ്റക്കാടിന്റെ ജീവിതത്തെ സംബന്ധിച്ചും ഇത് തികച്ചും ശരിയാണ്. തൻ്റെ അടുത്തെത്തിയ വൃദ്ധമാതാവിൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും മകൻ ഉപേക്ഷിച്ചു പോയ അവരോട് മകനെ പോലെ പെരുമാറാനും പൊറ്റക്കാടിന് സാധിച്ചു. അമ്മ പറഞ്ഞ കഥ കേട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് മകന് കത്തുകൾ അയച്ചു. ഈ കത്തുകൾ കാരണമാണ് മകന്റെ മനസ്സു മാറിയതും ഭാര്യ അറിയാതെ അമ്മയ്ക്ക് പണം അയച്ചതുമെല്ലാം. പൊറ്റക്കാടിന്റെ ജീവിതമാണ് ആ അമ്മയ്ക്ക് സഹായകരമായി തീർന്നത്. അതിനാൽ പൊറ്റക്കാടിന്റെ ജീവിതം അക്കിത്തത്തിന്റെ കാവ്യ ആശയവുമായി തികച്ചും യോജിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം. 15ാമത്തെ ചോദ്യം. ചക്ഷുശ്രവണഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. കാലാഹി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം എന്താണ്? വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് ശ്രമിക്കുന്നത് പോലെയാണ് കാലപ്പാമ്പിന്റെ വായിലകപ്പെട്ട ലോകം. കാലാഹിന പരിഗ്രസ്തമാം ലോകം. കാലപ്പാമ്പിന്റെ വായിലകപ്പെട്ട തവള, കാലപ്പാമ്പിന്റെ വായിലകപ്പെട്ട മനുഷ്യൻ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നത്. സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യന്റെ അർത്ഥശൂന്യതയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പാമ്പിന്റെ വായിലകപ്പെട്ട തവള
അതിന് ജീവൻ അവസാനിക്കാൻ പോകുമ്പോഴും ഭക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണോ, ഭക്ഷണം തേടുന്നത് പോലെയാണോ കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ടിട്ടും ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യൻ സുഖഭോഗങ്ങൾക്കായി പരക്കം പായുന്നത്? ജീവിതത്തിലുള്ള ആസക്തി കൈവെടിയാത്ത മനുഷ്യ സ്വഭാവത്തെ സൂചിപ്പിക്കാൻ ഈ ഉപമ ഏറ്റവും ഉചിതമാണ്. കാലാഹി എന്ന പദത്തിന്റെ അർത്ഥം കാലമാകുന്ന പാമ്പ് എന്നാണ്. അഹി എന്ന പദത്തിന്റെ അർത്ഥം പാമ്പ് എന്നാണ്. ഇവിടെ കാലത്തിനെ പാമ്പായും ലോകത്തെ തവളയായും കവി സങ്കല്പിക്കുകയാണ്. പാമ്പ് വളരെ പതിയെ ഈ ലോകത്തെയും ലോകത്തിലെ മനുഷ്യരെയും വിഴുങ്ങിക്കൊണ്ട് ഇരിക്കുന്നു. ഈ സാദൃശ്യ കൽപ്പന വളരെയധികം ഔചിത്യപൂർണം തന്നെ ആണ്. അടുത്ത ചോദ്യം, മൈക്കൽ ആഞ്ചലോയുടെ പിയത്ത എന്ന ശില്പം കണ്ടപ്പോഴുണ്ടായ അനുഭവം കവി ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മനസ്സിനെ അത് എപ്രകാരം സ്പർശിക്കുന്നു? ഉത്തരം, പിയത്ത എന്ന വാക്കിന് കരുണ എന്നാണ് അർത്ഥം. പീഡകളേറ്റ് മരിച്ച മകന്റെ വ്രണിതമായ മേനി മടിയിൽ കിടത്തുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന് ഒറ്റ ദർശനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രമാണ് പിയത്ത. സൂര്യശിലയായി തീർന്ന അമ്മയുടെ മടിയിൽ കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ മൃതശരീരം കിടത്തുന്നു. ശോണരേഖകൾ പടർന്ന ലില്ലിപ്പൂ പോലെയുള്ള ജഡം തന്റെ മടിത്തട്ടിൽ സ്വീകരിക്കുന്ന അമ്മയെ പാഴ്ചിപ്പിയുടെ മൂകമായ സങ്കടം പോലെ കൽപ്പിക്കുന്നു. ഇവിടെ കരയുവാൻ കണ്ണീരില്ലാതെ, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെ ഉരുകാതെ വിങ്ങുന്ന ദുഃഖമായിരിക്കുന്ന അവർ ഇതെല്ലാം കവി നോക്കി നിൽക്കുമ്പോൾ ഉജ്ജ്വല മുഹൂർത്തങ്ങളായി പിയത്തയിലെ ഹൃദയവേദന കവിയിൽ അങ്കുരിക്കുകയാണ്. ഇത് കാണുന്ന ഏതൊരു മനസ്സിലും കരയാതിരിക്കുവാൻ കഴിയില്ല. ദുഃഖിക്കുന്ന മാതൃത്വത്തിന്റെ സാർവലൗകിക ബിംബം പ്രേക്ഷിതന്റെ മുമ്പിൽ ഇവിടെ ജ്വലിക്കുന്നു. മകനോടുള്ള അമ്മയുടെ ആർദ്രതയും കരുണയും ഏത് കഠിനഹൃദയനെയും അലിയിച്ചു കളയും. ഈ ശില്പത്തിന്റെ ദർശനത്തിലൂടെ കരുണാമയനായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് നമ്മളും സാക്ഷി ആകുന്നു. അടുത്ത ചോദ്യം, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിന് അർത്ഥം. തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗത്തു നിന്നുള്ള ഉചിതമായ സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് അശ്വത്ഥാമ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ദ്രോണാചാര്യർക്ക് കൃപിയിൽ ജനിച്ച മകനാണ് അശ്വത്ഥാമാവ്. ശിരസില് ചൂടാരത്നവുമായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. കൗരവപക്ഷത്തെ ഒടുക്കത്തെ സേനാപതിയായി, അവസാനത്തെ സേനാപതിയായ അദ്ദേഹം മഹാഭാരത യുദ്ധത്തിൽ ദ്രോണരെ പാണ്ഡവർ ചതിയിൽപ്പെടുത്തി കൊന്നതിന്റെ പക ഉള്ളിൽ അടക്കി കഴിയുകയായിരുന്നു. പടക്കളത്തിൽ മുറിവേറ്റ് കിടന്ന ദുര്യോധനൻ പാണ്ഡവർ തന്നെ കള്ളത്തരത്തിലാണ് വീഴ്ത്തിയതെന്ന് അശ്വത്ഥാമാവിനോട് പറയുന്നുണ്ട്. അതിനാൽ അശ്വത്ഥാമാവിൽ കുടികൊള്ളുന്ന പക ഇവിടെ ആളിക്കത്തുന്നു. അടുത്ത ചോദ്യം, ബാഹുജൻ എന്നുള്ളതേ നമുക്കൊന്നുള്ളൂ മുറ്റും, പാരിൽ എന്നെ ഇന്നാരറിയാതവർ.
ചുരുക്കം ചില വാക്കുകളും വരികളും കൊണ്ട് കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങളും ജീവിതാവസ്ഥയും അതിസൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന കവിയാണ് ഉണ്ണായി വാര്യർ. പുഷ്കരൻ, കലി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതിനെ അടിസ്ഥാനമാക്കി ഈ പ്രസ്താവന വിലയിരുത്തുക. ബാഹുജൻ എന്നുള്ളതേ നമുക്കൊന്നുള്ളു മുറ്റും, പാരിൽ എന്നെ ഇന്ന് ആരറിയാതവർ. പുഷ്കരൻ കലിയോട് പറയുന്നത് എന്താണ്? ഞാൻ ബാഹുജനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഞാൻ ക്ഷത്രിയ വംശത്തിൽ പിറന്നവനാണ് എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് രാജ്യമില്ല, പെൺചാമരമില്ല, സൈന്യങ്ങളില്ല, അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? പുഷ്കരന്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന അപകർഷതാ ബോധമാണ്. ആ അപകർഷതാ ബോധവും നിരാശയുമാണ്. ആ അപകർഷതാ ബോധത്തെയും നിരാശയും ഊട്ടി വളർത്തി സഹോദരനായ നളനോട് പ്രതികാരം ചെയ്യാൻ ആര് പ്രേരിപ്പിക്കുകയാണ്? കലി ഇവിടെ പ്രേരിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അതിന്റെ സ്കോർ 6 ആണ്. 18ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയ്ക്കുന്നു. ഈ വരികളിൽ തെളിയുന്ന ദസ്തയേവ്സ്കിയുടെ ജീവിതാവസ്ഥ വിശകലനം ചെയ്യുക. വിശ്വവിഖ്യാത റഷ്യൻ നോവലിസ്റ്റ് ദസ്തയേവ്സ്കിയുടെ ജീവിതം അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ 10ാമത്തെ അധ്യായമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. തൻ്റെ ഭാര്യയുടെയും ജ്യേഷ്ഠൻ്റെയും മരണം വരുത്തി വെച്ച വലിയ ആഘാതമാണ് ഏറ്റവും കൂടുതൽ ദസ്തയേവ്സ്കിയെ ഉലച്ചത്. അതുമാത്രമല്ല, നിരവധിയായ ആത്മസംഘർഷങ്ങളും അദ്ദേഹം നേരിടുന്നുണ്ട്. വിദേശത്തേക്ക് പോയ അദ്ദേഹം അവിടെ കിട്ടിയ പണം മുഴുവൻ ചൂത് കളിച്ച് കളയുന്നു. അവസാനം നിലനിൽപ്പ് തന്നെ പരങ്ങില്ലായ അവസ്ഥയിൽ 1866 നവംബർ 1 മുമ്പ് 160 പേജ് വരുന്ന നോവൽ എഴുതി കൊടുക്കാമെന്നും അല്ലാത്ത പക്ഷം തൻ്റെ എഴുതാനിടയുള്ളതുൾപ്പെടെ എല്ലാ പുസ്തകങ്ങളുടെയും അവകാശം വിട്ടു നൽകാമെന്നുമുള്ള കരാറിൽ ദസ്തയേവ്സ്കിയുടെ കയ്യിൽ നിന്ന് പണം മുൻകൂറായി വാങ്ങുന്നു. ഈ നോവൽ എഴുതുന്നതിനിടയിൽ അദ്ദേഹം അനുഭവിക്കുന്ന വേദനകൾ വായനക്കാർക്ക് ഏറെ ഹൃദ്യമായ അനുഭവമാണ്. ഒരു എഴുത്തുകാരന് താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന രചനയെക്കുറിച്ച് ഏറെയേറെ സങ്കല്പങ്ങളുണ്ട്. അതുപോലെ തന്നെ ദസ്തയേവ്സ്കിയും തൻ്റെ നോവലിനെ കുറിച്ച് ഏറെ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തിയിരുന്നു എന്ന് പെരുമ്പടവം പറയുന്നു. എഴുത്ത് എന്നത് ആത്മാവിൻ്റെ വെളിപാടാണ്. അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല എന്ന് ദസ്തയേവ്സ്കിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനോടുള്ള സമീപനവും അതെഴുതുമ്പോൾ താൻ അനുഭവിക്കുന്ന വേദനയും വ്യക്തമാക്കുന്നു. ഈ നോവൽ പെട്ടെന്ന് തീർന്നാൽ അന്ന തന്നെ വിട്ടുപോകുമല്ലോ എന്ന ചിന്തയും അദ്ദേഹത്തെ നോവൽ എഴുത്ത് സാവധാനത്തിലാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. തൻ്റെ സഹോദരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല ദസ്തയേവ്സ്കി ഏറ്റെടുക്കേണ്ടി വന്നു. ജ്യേഷ്ഠൻ വരുത്തിവെച്ച കടങ്ങളും ഒരു വലിയ ബാധ്യതയായി തീരുന്നു. സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായ പണത്തിനു വേണ്ടി പോലും ബുദ്ധിമുട്ടുന്ന അദ്ദേഹം ഭാഷയ്ക്ക് വേണ്ടി വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങൾ പോലും വിറ്റു. എമിലി വരുമ്പോൾ പണം കൊടുക്കേണ്ടതും ഒരു വേദന തന്നെയായിരുന്നു.
ഭാഷയുടെ സ്വഭാവ ദൂഷ്യങ്ങളും അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ശരൺകുമാർ ലിംബാളയുടെ അനുഭവ പരിസരത്തെക്കുറിച്ചും ദുരിതങ്ങൾക്കിടയിലും അദ്ദേഹം കാത്തു സൂക്ഷിച്ച ജീവിത മൂല്യങ്ങളെക്കുറിച്ചും ഉപന്യാസം തയ്യാറാക്കുക. ഉത്തരേന്ത്യയിലെ ജാതി വിവേചനത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന ദയനീയമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും തുറന്ന് എഴുതുന്ന സാഹിത്യകാരനാണ് ശരൺകുമാർ ലിംബാളെ. അതിന് അദ്ദേഹം എടുത്ത അസംസ്കൃത വിഭവം സ്വന്തം ജീവിതം തന്നെയായിരുന്നു. അക്കർമാശി അല്ലെങ്കിൽ അർത്ഥജാതി എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നു. ഒരു ദളിത് ബ്രാഹ്മണനായി ജനിച്ച അദ്ദേഹം അനാഥനായി വളർന്നു. കൂട്ടിനുണ്ടായിരുന്നത് ശാന്ത ആത്യയും കുമാർ മാമയുമായിരുന്നു. പഴക്കച്ചവടമായിരുന്നു ശാന്ത മുത്തശ്ശി നടത്തിയിരുന്നത്. ഒടുവിൽ അതുപേക്ഷിച്ച് ഒരു പഴയ ചാക്കുമായി കയ്യിൽ കിട്ടുന്നതെല്ലാം പെറുക്കി വിറ്റു തുടങ്ങി. ഒപ്പം ലിംബാളെയും ഇറങ്ങിയിരുന്നു. ചപ്പുചവറുകൾക്കിടയിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വേദന അത്രയേറെ അദ്ദേഹം അനുഭവിച്ചിരുന്നു. എപ്പോഴെങ്കിലും ഒരു നല്ല കടലാസ് കണ്ടെത്തിയാൽ എനിക്ക് വലിയ സന്തോഷം തോന്നും. ഞാനത് നിവർത്തി വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാന്ത മുത്തശ്ശി ഉറക്ക വിളിച്ചു പറയും, എന്താ നീ വായിക്കുന്നത്, അതിങ്ങ് തായെന്ന്. അറിവ് നേടാനുള്ള, അറിവ് തേടാനുള്ള അടങ്ങാത്ത ത്വര, അടങ്ങാത്ത വെമ്പലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്ന് ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കഷ്ടപ്പാട് നിറഞ്ഞ ബാല്യമായിരുന്നു ലിംബാളയുടേത്. സ്കൂൾ വിദ്യാഭ്യാസം ചുങ്കിയിലും ചബർഗാവിലുമാണ് നടന്നത്. ചബർഗാവിലെ സ്കൂളിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അവസ്ഥയായിരുന്നു. ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്നപ്പോൾ ഉണ്ടായ ജാതിപരമായ അവഗണനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ചപ്പുചവറുകളേക്കാൾ തൂക്കം തങ്ങളുടെ വിശപ്പിനുണ്ടെന്ന് നാം അറിയണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചപ്പുചവറുകൾക്കിടയിൽ നിന്ന് കിട്ടുന്ന പൊതിയിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് കരുതി തുറന്നു നോക്കുമ്പോൾ പൊതിയിൽ മനുഷ്യമലമാണെന്ന് കാണുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 30 രൂപ ചെലവഴിക്കാൻ സുഹൃത്ത് ഏറെ നിർബന്ധിച്ചിട്ടും അത് ചെയ്യാതെ സ്കൂൾ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ഹെഡ് മാസ്റ്റർ വാനോളം പുകഴ്ത്തുന്നതും നാം കാണുന്നുണ്ട്. ആഗ്രഹങ്ങളെ അടക്കി അദ്ദേഹം സ്വന്തം സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. എത്ര കഷ്ടപ്പാടുണ്ടായാലും സത്യം വിട്ട് ഒരിക്കലും പ്രവർത്തിക്കരുതെന്ന് ലിംബാളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഭാഷയെക്കുറിച്ച് ഒരു ലഘുലേഖനം തയ്യാറാക്കുക. ഉത്തരം ശ്രദ്ധിക്കാം. മലയാള ഭാഷയെയും സംസ്കാരത്തെയും നേർവഴിയിലൂടെ നടത്തിയ ആചാര്യതുല്യനായ മഹാപ്രതിഭയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഭക്തിയും തത്വചിന്തയും കവിതയുമെല്ലാം കൃത്യമായ അനുപാതത്തിൽ അലിയിച്ച് ചേർത്തിരിക്കുന്നു. എഴുത്തച്ഛൻ്റെ ഭാഷയുടെയും ശൈലിയുടെയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന പാഠഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. സംസ്കൃതത്തിന് പ്രാമുഖ്യം നൽകിയിരുന്ന മണിപ്രവാളത്തിലും തമിഴിൽ നിന്ന് വന്ന പാട്ട് രീതിയിലുമായിരുന്നു അന്ന് മലയാള കവിത സഞ്ചരിച്ചിരുന്നത്. ഇവ രണ്ടും എഴുത്തച്ഛൻ സ്വീകരിച്ചില്ല. ഇന്നത്തെ മലയാള ഭാഷയുടെ കെട്ടുമട്ടും നാം ആദ്യമായി കാണുന്നത് എഴുത്തച്ഛൻ്റെ കവിതകളിലാണ്. സന്ദർഭത്തിനനുസരിച്ചാണ് അദ്ദേഹം പദങ്ങൾ കൂട്ടിച്ചേർത്തത്. വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എന്നിവ ഉദാഹരണങ്ങളാണ്. വിഭക്തി പ്രത്യയങ്ങളോടുകൂടി സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കാനും അദ്ദേഹം മടി കാണിച്ചിട്ടില്ല. ബിന്ദുന, കാലാഹിന, ചേതസ, നദ്യാം, ബ്രാഹ്മണോഹം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്.
ശ്രോതാവിനെ സംബോധന ചെയ്യുന്ന ക്രിയാപദങ്ങളും ആ ഭാഷാരീതിയുടെ സവിശേഷതയാണ്. നീ കേൾക്ക, നീ ഓർക്ക, നീ കേൾക്കണം, അറികെടു, നിരൂപിക്ക ലക്ഷ്മണ എന്നിവ ഉദാഹരണങ്ങളാണ്. വത്സ, മത്സര, നിന്നുടെ, മുന്നമേ, പാന്തർ, താന്തർ എന്നിങ്ങനെ ഈരടികളിലെ രണ്ടാമത്തെ വർണ്ണത്തിൽ കാണുന്ന സമാനതയും എഴുത്തച്ഛൻ്റെ കവിതയെ ആകർഷകമാക്കുന്നുണ്ട്. ഇവയെല്ലാം മലയാള കവിതയിലെ പുതുമകളായിരുന്നു. ഭക്തി, വീരം, ദുഃഖം, സാന്ത്വനം, കരുണം എന്നിവയ്ക്കനുസരിച്ച് ആ ഭാഷയുടെ രൂപഭാവങ്ങളിൽ അദ്ദേഹം മാറ്റം വരുത്തുന്നതും ശ്രദ്ധേയമാണ്. ഭക്തിയുടെയും തത്വചിന്തയുടെയും വെളിച്ചം നിറഞ്ഞ നേർവഴിയിലൂടെ അദ്ദേഹം മലയാളിയെ നയിച്ചു. ആ ഉപദേശങ്ങളാണ് സാംസ്കാരിക തകർച്ചയിൽ നിന്ന് മലയാളിയെ രക്ഷിച്ചത്. ഭാഷയ്ക്കും സംസ്കാരത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിസ്മരിക്കാൻ ആവില്ല.